സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൈപ്പക്ക കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാം. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന വിഭവമല്ല. ഒരു കൈപ്പക്ക എടുത്ത് അതിൻ്റെ പുറത്ത് കാണുന്ന ഇത് ചെത്തിക്കളയാം. കൈപ്പക്ക ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദാണ്. കൈപ്പക്ക ഇഷ്ടപ്പെടാത്തവരും ഇത് കൂട്ടും. ഇതുപോലെയാണ് ചെത്തിക്കളയേണ്ടത്. ഇനി ഇത് കഷ്ണങ്ങളായി മുറിച്ച് അതിനുള്ളിലുള്ള കുരു കളയാം. അര ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് ഇതൊന്ന് ചേർത്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലും പുറത്തും നല്ലതുപോലെ ഈ മസാല ചേർത്ത ശേഷം 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക. ഇങ്ങനെയാണ് ചേർത്തെടുക്കേണ്ടത്. ഇനി ഒരു പാത്രത്തിൽ 1.5 ഗ്ലാസ് വെള്ളം വെച്ച് മുളക് ചേർത്ത് വെച്ച കൈപ്പക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റ് നേരം വേവിച്ച കൈപ്പക്ക കോരി മാറ്റാം. ഇനി ഒരു മസാല ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ എള്ള്, 4-5 അണ്ടിപ്പരിപ്പ്, ഒരു ചെറിയ കഷ്ണം ശർക്കര, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി. ഞാനിവിടെ ശർക്കരയ്ക്ക് പകരം ചക്കരയാണ് എടുത്തത്. ഇനി എള്ളൊന്ന് വറുത്ത് മാറ്റാം. അതുപോലെ അണ്ടിപ്പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിയരുത്.
1/4 കപ്പ് തേങ്ങയും വേണം. ഇനി ഈ കൈപ്പക്കയിലെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് അരച്ച കൂട്ട് ഇതിൻ്റെ അകത്തും പുറത്തും തേച്ച് കൊടുക്കാം. പുളിയും ശർക്കരയും തേങ്ങയും നല്ലതുപോലെ അരച്ച കൂട്ടിലേക്ക് പുറത്തെടുത്ത എള്ളും പൊടിച്ചു വെച്ച അണ്ടിപ്പരിപ്പും ഇട്ട് ഒന്ന് തിരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കൈപ്പക്കയുടെ കയ്പ്പെല്ലാം പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കയ്പറിയില്ല. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാവുന്നതാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും കൂടി ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മുറിച്ചെടുത്ത സവോള കൂടി ഇട്ട് കൊടുക്കാം. സവോള നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി എന്ന് കണ്ടാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. പൊടികളെല്ലാം നല്ലതുപോലെ വഴറ്റി വന്നാൽ അതിലേക്ക് തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതും നല്ലതുപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് വെച്ച കൈപ്പക്ക ഇട്ട് കൊടുക്കാം. പ്ലേറ്റിൽ ബാക്കി വന്ന മസാല കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.